ഗൈസ്, പണി പാളിയെന്നാണ് തോന്നണത്. അവിടുത്തെ ചേട്ടൻ ഇപ്പോൾ ഓയിലൊക്കെ അടിച്ചിട്ട് വണ്ടി ചാട്ടാവണല്ലോ, ഓയിലൊക്കെ ഒഴിച്ചിട്ടും വണ്ടി ചാട്ടാവണല്ലോ. അങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് ചേട്ടൻ പറഞ്ഞ് ടാങ്ക് തുറന്നു നോക്കാൻ പറഞ്ഞ് ഡീസലാണോ അടിച്ചതെന്ന് അറിയാൻ വേണ്ടി. അയാൾ പറയണത് അടിച്ചിട്ട് ഇത്രയും ദൂരമില്ല അയാൾ, അതിനിടയ്ക്ക് വെള്ളപ്പൊക്കമൊന്നും വരാൻ സാധ്യതയില്ല. ഇത്ര നാളെ എനിക്ക് വെള്ളപ്പൊക്കമൊന്നും വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഓയിലിൻ്റെ പ്രശ്നമായിരിക്കും. എന്തായാലും ഡീസലാണ് അടിച്ചത് നോക്കാൻ പറഞ്ഞു. ഞാനും ശ്രദ്ധിച്ചില്ല പുള്ളി അടിച്ചത് ഡീസലാണോ പെട്രോളാണോ എന്ന് അറിയില്ല. എന്തായാലും ഞാൻ പമ്പിലോട്ട് പോവുകയാണ്. പമ്പിൽ പോയിട്ട് നോക്കട്ടെ, ഞാൻ അടിച്ച സൈഡിൽ അവ എന്താണ് അടിച്ചതെന്ന് ഞാൻ നോക്കട്ടെ. ഡീസലാണ് അടിച്ചത് പെട്രോളാണ് അടിച്ചതെന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയതുകൊണ്ട് മണവും അറിയാൻ പറ്റില്ലെന്നാണ് ആ ചേട്ടൻ പറയണത്. എനിക്കും അറിയാൻ വയ്യ പുള്ളി എന്താണ് അടിച്ചതെന്ന്. എന്തായാലും ഞാൻ അവിടെ പോയി ഒന്ന് നോക്കട്ടെ. എന്തായാലും പണി കിട്ടി. തെണ്ടി തിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്തായാലും കഷ്ടകാലമെന്ന് പറഞ്ഞാൽ കഷ്ടകാലം. ഇതായിപ്പം വണ്ടിയും കൊണ്ടുവന്നവൻ നടന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. ദൈവമേ, ഇങ്ങനെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അയ്യ ചത്ത്. എങ്ങനെയെങ്കിലും സൊമാറ്റോ ഓടി പെട്രോൾ അടിക്കാനെങ്കിലും പൈസ ഒപ്പിക്കാമെന്ന് വിചാരിച്ചപ്പം പെട്രോൾ അടിച്ച് തന്നെ വണ്ടി പണിയായെന്നാണ് തോന്നുന്നത്. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേസ്. എന്തായാലും ഞാൻ പമ്പെത്തി എത്താറായി, ഞാൻ നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും പമ്പെത്തി. അപ്പോൾ അവർ ഡീസലിനെ അടിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം അവർ വണ്ടി വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.